ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യൻ ഐലൻഡായ ബാലിയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനാ നമ്മൾ വന്നത്, പോക്കോന്റെ F8 സീരീസിന്റെ ലോഞ്ചിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പോക്കോ F8 അൾട്രേന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ കവർ ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ലോഞ്ച് കഴിഞ്ഞിരിക്കുന്നത്, ഞാൻ ലോഞ്ച് ഇവന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോന്റെ മറ്റൊരു ഡിവൈസായ പോക്കോ F8 Pro ആണ്. പോക്കോ F8 സീരീസിലെ F8 അൾട്രയും പോക്കോ F8 Pro ആണ് വരുന്നത്. F8 അൾട്ര ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണെങ്കിലും പോക്കോ F8 Pro ഒട്ടും തന്നെ പുറകിലല്ല. സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് പവർ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ചിപ്പാണ് പവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് മാസീവ് കപ്പാസിറ്റി ബാറ്ററി, 100 വാട്ട് ചാർജിങ് എല്ലാം തന്നെ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇത്തവണ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഫീച്ചർ. കാരണം പോക്കോ ഡിവൈസ് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെയാണ് പൊതുവെ നമ്മളെപ്പോഴും പോക്കോ ഡിവൈസസിനെ കമ്പയർ ചെയ്യാറ്. എന്നാൽ ഇത്തവണ ക്യാമറയ്ക്കും ഒരുപാട് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കോന്റെ ഒഫീഷ്യൽസ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇനി മുതൽ ക്യാമറയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും, പെർഫോമൻസിനൊപ്പം തന്നെ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ HyperOS 3.0 ആണ് വരുന്നത്. Android 16 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അതേപോലെ നല്ല എക്സലന്റ് ഡിസ്പ്ലേ എക്സ്പീരിയൻസും ആണ് വരുന്നത്. ഡിസൈൻ ലാംഗ്വേജും ബോസ് സ്പീക്കേഴ്സും ആണ്, ട്യൂൺഡ് സ്പീക്കേഴ്സും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പോക്കോ F8 അൾട്രേന്റെ ഓൾറെഡി നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് പോക്കോ F8 Proന്റെ ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ വീഡിയോ നോക്കാം. എന്തൊക്കെയാണ് ഈ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് പോക്കോ F8 Pro എന്ന് പറയുന്ന വേരിയൻറ്റ്. F8 Proയും F8 അൾട്രയും ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമ്മളൊക്കെ ക്യാമറ ലേഔട്ടും കാണാൻ സാധിക്കും. പക്ഷേ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ബോസ് ട്യൂൺഡ് സ്പീക്കർ ആണെങ്കിലും ആ വൂഫർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഡിസൈൻ ലാംഗ്വേജിൽ മറ്റൊരു ഡിഫറൻസ്. എന്നാൽ അലുമിനിയം ഫ്രെയിം തന്നെയാണ്, ഗ്ലാസ് ബാക്കുമാണ്, ഫ്രണ്ടിലും ഗ്ലാസ് തന്നെയാണ്. താഴത്ത് നമുക്ക് സ്പീക്കർ യൂണിറ്റ് കാണാം, ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും. ആ ഫ്രെയിമൊക്കെ തന്നെ അതേ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും തന്നെ മാറ്റമില്ല. എന്നാൽ ആ ഒരു വൂഫർ ബാക്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രോ വേരിയൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയാവുന്നത്. ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. കാരണം ഒരു 6.59 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 199 grams ആണ് വെയിറ്റ് വരുന്നത്. അറൗണ്ട് 8 mm ആണ് തിക്നെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതാണ്. ആ മെറ്റൽ ഫ്രെയിമിൽ തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ IP68 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വാട്ടർ ആൻഡ് റെസിസ്റ്റൻസും കേപ്പബിലിറ്റീസ് ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 6.59 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. വളരെ നല്ല മിനിമൽ ബെസൽസ് ആണ്. 89.8 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. എഗെയിൻ 419 പിക്സൽസ് പെർ ഇഞ്ച് ആണ്. ഇത് പ്രൊട്ടക്റ്റഡ് ബൈ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 7i ആണ്. ഡിസ്പ്ലേ കളേഴ്സ് വളരെ നല്ലതാണ്. കാരണം 68 ബില്യൺ കളേഴ്സ് ആണ്. ആംബുലൻസ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഡോൾബി വിഷൻ ഉണ്ട്. HDR10+ ഉണ്ട്. 2000 നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് മോഡും 3500 നിറ്റ്സും പീക്ക് ബ്രൈറ്റ്നസും ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ല എക്സ്പീരിയൻസ്. കാരണം വളരെ മിനിമൽ ബെസൽസും നല്ലൊരു ടച്ച് റെസ്പോൺസും ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ HyperOS 3.0 ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കാണാം HyperOS 3.0. ഇത് നമുക്ക് ഓൾ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽ സ്പെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. സ്നാപ്ഡ്രാഗൺ 8 Elite മൊബൈൽ പ്ലാറ്റ്ഫോം 4.32 GHz ആണ് വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന Android 16 ആണ്. HyperOS ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതേപോലെ തന്നെ ഹൈപ്പർ AI ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ഒരു ബഞ്ച് ഓഫ് AI ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ UI എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതാണ്. HyperOSന്റെ ഏറ്റവും പുതിയ വേർഷനാണ്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ഉണ്ടായാലും കണ്ടില്ലേ, നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ആക്ച്വലി. HyperOS 2.0 3.0 കുറേ കൂടെ റിഫൈൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു ചേഞ്ച് എന്ന് പറയാവുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വളരെ നല്ലതായിട്ട് തോന്നുന്നു. എന്നാൽ കുറച്ച് ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 50 MP പ്രൈമറി, 50 MP ടെലിഫോട്ടോ, അത് 2.5x സൂം ഉണ്ട്. അതേപോലെ 8 MP അൾട്രാവൈഡ് ആണ്. ഇത് ഫസ്റ്റ് ടൈമാണ് പ്രോ വേരിയൻറ്റിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നത്, അതായത് 2.5x ടെലിഫോട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാക്രോ മോഡ് ഉണ്ട്. ടെലിഫോട്ടോയിൽ സൂപ്പർ മാക്രോ എടുക്കാവുന്നതാണ്. പിന്നെ 4K 60 FPS റെസൊല്യൂഷനിലും വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ മാറ്റങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 20 MP സെൽഫി ക്യാമറയാണ്. അതിൽ നമുക്ക് 1080p 60 FPS ഫുട്ടേജ് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോസ് ട്യൂൺഡ് സ്പീക്കേഴ്സ് ആണെങ്കിലും ആ വൂഫർ അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ചേഞ്ച് F8 Proയും F8 അൾട്രയും തമ്മിലുള്ള. എന്നാലും ഇതിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല
ക്വാളിറ്റി സൗണ്ട് തന്നെയാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. കാരണം F8 Proയിൽ ആ ഒരു അഡീഷണൽ വൂഫർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ചേഞ്ച് പറയാവുന്നത്. അപ്പോൾ ആ ക്യാമറ ഡെക്കോറും എല്ലാം തന്നെ വളരെ സിമിലർ ആണ് പോക്കോ F8 Ultra'യുടെ ഡിസൈൻ ലാംഗ്വേജിൽ പ്രീമിയം ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ബ്ലാക്ക് കളറും കൂടി വരുന്നുണ്ട്. ബ്ലാക്ക് കളർ ഉണ്ട്, അതേ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ തന്നെയാണ് വരുന്നത്. നല്ലൊരു സോളിഡ് ലുക്കാണ് എനിക്ക് തോന്നി ബ്ലാക്ക് കളർ ഓഫർ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ വേറൊരു വേരിയന്റ് ആണ് ഈ ഒരു ബ്ലൂ കളർ, ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ, കുറച്ചും കൂടെ ഒരു ഫങ്കി ലുക്കിംഗ് കളർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കളർ. ഒരു വെറൈറ്റി കളർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ സാധാരണ ഈ ഒരു കളറിലെ ഫോൺസ് വളരെ ചുരുക്കമാണ് വരാറ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു കളറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 3 കളേഴ്സിലാണ് ഇത് ബേസിക്കലി അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഏറെക്കുറെ നല്ല ഫീച്ചേഴ്സും നല്ല സ്പെസിഫിക്കേഷൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഗെയിൻ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, 6210 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്ങും അതേപോലെ തന്നെ 22.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് പോക്കോ F8 Proന്റെ ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഇത് നല്ലൊരു ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് ഇന്ത്യയിൽ വരുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യയിൽ F8 Ultra'യും F8 Proയും വരുന്നില്ല. എന്നാൽ F8 ഉടൻ തന്നെ ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ്. ഇതായിരുന്നു പോക്കോ F8 Proന്റെ ക്വിക്ക് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.